إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മയെല്ലാം ശ്രദ്ധിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ രഹസ്യവും പരസ്യവും എല്ലാം കൃത്യമായി നിരീക്ഷിച്ച് അറിയുന്ന അൽ അലീമായ അൽ ബസീറായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു പ്രവാചക വചനമുണ്ട്. ആ ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരു ഉദാഹരണത്തിലൂടെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ അറിയിച്ചു തരികയാണ്. നമ്മളൊക്കെയും കേട്ടിട്ടുണ്ടാകും ആ ഹദീസ്. അതിപ്രകാരമാണ്: ഒരിക്കൽ ഒരു കപ്പലിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൻ്റെ 2 തട്ടുകളുണ്ട്. അപ്പോൾ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം ശേഖരിക്കാൻ അവർ സ്വാഭാവികമായും മേലെ തട്ടിലേക്ക് വരണം. എന്നിട്ട് അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷം കടലിൽ നിന്നും വെള്ളം ശേഖരിക്കണം. എന്നിട്ട് തങ്ങളുടെ താഴയിലേക്ക് പോകണം. അങ്ങനെ താഴെയുള്ള ചില ആളുകൾ അവരൊരു ഉപായം കണ്ടെത്തുകയാണ്. ഞങ്ങൾ മേലേക്ക് കയറി അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ഞങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ താഴ്ഭാഗത്ത് അല്പം ഒരു ദ്വാരം, ഒരു ഓട്ട ഉണ്ടാക്കിയാൽ അതിലൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുകയും ചെയ്യാം. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പ്രയാസമാവുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഈ ഒരു ഹദീസിലൂടെ പറഞ്ഞു തരുന്നൊരു വിഷയം, ആ സമയത്തെങ്ങാനും ഓട്ട ഇടാൻ ഉദ്ദേശിച്ച ആ മനുഷ്യരുടെ കൈകൾ ബാക്കിയുള്ള ആളുകൾ തടുത്തിട്ടില്ല എങ്കിൽ ആ കപ്പൽ മുങ്ങിപ്പോകും എന്നുള്ളതാണ്. എന്നാൽ അതിനു പകരം ആ തിന്മ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ സംഗതികൾ പ്രവണത ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ കൈ പിടിക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ ആ ഓട്ടയിടാൻ ശ്രമിച്ചവരും രക്ഷപ്പെടും, ഈ കൈ പിടിച്ചവരും രക്ഷപ്പെടും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു ഹദീസിൽ വല്ലാത്തൊരു ആശയം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സമുദായത്തിൽ എന്തെല്ലാം തിന്മകളാണ് ഈ സമയത്ത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളൊരു ചായക്കടയിൽ കയറി ഒരു ചായ ഓർഡർ ചെയ്ത് അത് കുടിക്കുന്നത് എപ്രകാരം നിസാരമാണോ അതുപോലെ അള്ളാഹു ഹറാമാക്കിയ പലതിനെയും ഹലാലാക്കുന്ന, അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ നിസാരവൽക്കരിക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ ഒരുപാട് വളർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ്. അവിടെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്, ഇയ്യാകും ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ്, തിന്മകളെ നിസാരമായി കാണുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി നമുക്ക് അറിയിച്ചു തരികയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, തിന്മകളെ നിസാരമാക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ തിന്മകളെ സാധാരണവൽക്കരിക്കുക, നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പറയാറുള്ള പല ന്യായീകരണങ്ങളും, എല്ലാവരും ചെയ്യുന്നില്ലേ,
അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ചെയ്താൽ എന്താ പ്രശ്നം, ഞാൻ ചെയ്യുമ്പോൾ മാത്രമാണോ അത് വലിയ പ്രശ്നമായി തീരുന്നത് എന്ന അർത്ഥത്തിലൊക്കെ പലപ്പോഴും നമ്മളാ തിന്മകളിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ പലരോടും തിരുത്താൻ വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തരത്തിലുള്ള ഉപമകളെ സൂചിപ്പിക്കുന്നുണ്ട്. തിന്മകളോട് എപ്രകാരമാണോ നമുക്കുള്ള നിലപാട് എന്നത് വ്യക്തമാക്കി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വിശ്വാസി എപ്രകാരമാണ് തിന്മയെ കാണുക. ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലെങ്കിൽ അവൾ തിന്മയെ കാണുന്നത് ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നതുമായി സമാനമാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വല്ലതും തന്റെ തലയിലേക്ക് വന്ന് പതിക്കുമോ എന്ന ഒരു ഭയത്താലെ ഇരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഒരു തിന്മ ചെയ്യുമ്പോൾ മുഅ്മിൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അതേ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസിക്കായ അഥവാ തെമ്മാടികളായ മനുഷ്യർ എപ്രകാരമാണ് തിന്മകളെ ദുനൂബുകളെ കാണുന്നത് എന്നുള്ളത് കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഇന്നൽ ഫാജിർ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി. അഥവാ തന്റെ മൂക്കിന്റെ മുമ്പിലൂടെ ഒരു ഈച്ച പാറിപ്പോകുന്നത് കണ്ടിട്ട് അതിനെ ഇങ്ങനെ ആട്ടൂലേ, അതെത്ര നിസാരാണോ അതുപോലെയാണ് ഒരു തെമ്മാടിയായ ഫാസിക്കായ മനുഷ്യൻ തിന്മകളെ നോക്കിക്കാണുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അവിടെ ഈ തർക്കങ്ങളെല്ലാം നിന്നു. ഏത് അവർ ചെയ്യുന്നില്ലേ, ഇവർ ചെയ്യുന്നില്ലേ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ മാത്രം ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതിലൊന്നും അവിടെ തർക്കമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മാലോകരെയും തിന്മകളുടെ വിഷയത്തിൽ രണ്ടായി നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തന്നു. ഒന്നാമത് മുഅ്മിനിന്റെ രൂപം, രണ്ടാമത്തത് തെമ്മാടിയായ ഫാസിക്കായ ഒരു മനുഷ്യൻ തിന്മയെ കാണുന്ന രൂപം. ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഈ മുഅ്മിനീങ്ങൾ തിന്മകളെ കാണുന്നത് പോലെയാണോ, അതല്ല ഫാസിക്കായ മനുഷ്യർ തിന്മകളെ സമീപിക്കുന്നത് പോലെയാണോ തിന്മകളെ കാണുന്നത് എന്നുള്ളത്. അവിടെ തീർന്ന വിഷയം. അപ്പോൾ ഒന്നുകിൽ മുഅ്മിനാണ് അല്ലെങ്കിൽ ഫാസിക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഈ വിഷയം അറിയിച്ച് തന്നിട്ട് കൂടി നമ്മളേവരും ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഈ വിഷയത്തിൽ നമ്മളൊക്കെ എത്ര വലിയ ഒരു തെറ്റുകാരായി നിലകൊള്ളുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട ഒരു വിഷയം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായും സുഹൃത്തുക്കൾക്കിടയിൽ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടാകും. അതിൽ നന്മകളും ഉണ്ടാകും, തിന്മകളും ഉണ്ടാകും. ആ സുഹൃത്തുക്കൾ എപ്രകാരമാണോ അതുപോലെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചെന്നില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി, തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും ഒരാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഫാസിക്കായ കൂട്ടുകാരുടെ കൂടെ ആ ഒരു ചങ്ങാത്തത്തിലാണ് നമ്മൾ എങ്കിൽ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ തന്നെയാണ്, പക്ഷേ പല തിന്മകളെയും നോർമലൈസ് ചെയ്യുന്ന തരത്തിലുള്ള കൂട്ടുകാരാണ് നമുക്കുള്ളത് എങ്കിൽ, സ്വാഭാവികമായും നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവർ കഥ പറയും. കഥ പറയുന്നതിനിടയിൽ ചിലപ്പോൾ പരദൂഷണം വരും. അപ്പൊ അത് നമ്മളിങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന അതൊക്കെ ചെറിയ തെറ്റല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ അവരൊരു പഫ് ഇടുന്ന ചോദിച്ചപ്പോൾ അല്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, നീ ഉപയോഗിക്കരുത് എന്നുള്ളത് വിലക്കിയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൽ മുഹഖിറാതു ഇദാ കസറത് സാറത് കിബാറൻ മഅൽ ഇസ്റാർ. ചെറിയ തിന്മകളെ നമ്മൾ ഇങ്ങനെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ തിന്മകളിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നിസാരമായിട്ടായിരിക്കും കാണുക. ചോദിക്കും, പുക വലിച്ച എന്താ പ്രശ്നം, വീടി വലിച്ച ഹറാം എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നുള്ളതൊക്കെ ചില ആളുകളെങ്കിലും മനസ്സിലിങ്ങനെ തോന്നുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ കൃത്യമായി അറിയിച്ചു തന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അഅറാഫിലെ 33-ാമത്തെ ആയത്താണ്. ഖുൽ, പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇന്നമാ ഹറബ റബ്ബി അൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബതൻ. ഫവാഹിഷുകൾ അഥവാ അങ്ങേയറ്റം മ്ലേച്ഛകരമായിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാത്തരം അധർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ പുകവലിയ? എന്തർത്ഥത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരായി ഒരാൾ മദ്യം തൊടുകയാണ്, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുകയാണ്, അയാൾക്ക് എന്തിന്റെ രീതിയിൽ അത് ന്യായീകരിക്കാൻ കഴിയും? അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക. രണ്ടാമത്തെ ഒരു വിഷയം നമ്മിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവപ്പെട്ട ഒരു തിന്മയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ആ വിഷയവും നമുക്ക് മുൻകൂട്ടി തന്നെ നമ്മളോട് വിലക്കിയ ഒരു വിഷയമാണ്. എന്നിട്ട് കൂടി പല രീതിയിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് അറിഞ്ഞും അറിയാതെയും പ്രത്യക്ഷവും പരോക്ഷവുമായി ഇത്തരത്തിലുള്ള വ്യഭിചാരം അഥവാ സിന, പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ, അവിടെ നമ്മൾ അഡൾട്ടറി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. ആ ബോധ്യം നമുക്കില്ലേ സഹോദരങ്ങളെ? നമ്മൾ എത്ര വലിയ തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് എങ്കിലും അള്ളാഹു അത് പുറത്തു തരും എന്നുള്ളത് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ തിന്മകളിലേക്ക് കൂപ്പുകുത്തി പിന്നീട് അവസാന സമയത്ത് അള്ളാഹുവിലേക്ക് ഒന്ന് പശ്ചാത്താപം നടത്തി പോകാമല്ലോ എന്ന ഒരു പ്രതീക്ഷയാകരുത്. മറിച്ച് ഞാൻ ഇന്നേ വരെ ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അപാകതകളും എന്റെ റബ്ബ് പുറത്തു തരാൻ തൽപരനാണ് എന്ന ഉദ്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള കാലത്ത് ഇൻഷാ അള്ളാഹ് റബ്ബിന് തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കും എന്നായിരിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, സിറ്റുവേഷൻഷിപ്പ്, അതേപോലെ തന്നെ ബെസ്റ്റി, നാനോഷിപ്പ്, ഇനി ഒരുപാട് തരത്തിലുള്ള പുതിയ പദപ്രയോഗങ്ങളും അതേപോലെ തന്നെ പുതിയ ടേംസും കണ്ടീഷൻസും ഒക്കെ ഇത്തരത്തിൽ വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് വരും.
ഇന്നും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്ന, നിങ്ങൾ ഈ കേൾക്കുന്ന ഈ നിമിഷത്തിൽ പോലും പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെറ്റിനെ നോർമലൈസ് ചെയ്യാനുള്ള ഒരു അജണ്ട എവിടെയോ ഭൂമി ലോകത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ ഒരു തിന്മയെ, കുറച്ചു മുമ്പ്, പണ്ട് എന്ന് പറയേണ്ട ഒരു 10 കൊല്ലത്തിന് മുമ്പ് നമ്മളൊക്കെയും അല്ലോ ഇത് വലിയ തെറ്റാണ് എന്ന് കണ്ട ഒരു തിന്മയെ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയും നമ്മുടെ മക്കളും ഒക്കെ അടുത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വരികയാണ്. ആർക്കും ഒരു പ്രശ്നമല്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വായിൽ കേട്ട അറച്ചു പോകുന്ന വല്ലാത്ത പുളിച്ച തെറികൾ, അന്ന് നമ്മൾ ചെറിയ തെറികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ചിലപ്പോൾ ഉമ്മാർ കുട്ടികളെ ചെവി ഇങ്ങനെ പൊത്തും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് വൈതിരിച്ചു വിടും, കുട്ടികളെ ശ്രദ്ധ വൈതിരിച്ചു വിടും. ഇന്ന് അതേ ഉമ്മയാണ് ആ വാക്ക് ഇങ്ങനെ കുട്ടിയുടെ മുമ്പ് സംസാരിക്കുന്നത്. ഉമ്മാക്കും പ്രശ്നമില്ല, കുട്ടിക്കും പ്രശ്നമില്ല. അപ്പം ഇതാണ് വിഷയം. ഇതൊരു തിന്മയാണ് എന്ന ബോധ്യം പോലും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, സമൂഹത്തിൽ തിന്മകൾ പെരുകുമ്പോൾ നമ്മൾ വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാർഷികം, ചരമവാർഷികം, നമ്മൾ ആണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കും. ഇതൊക്കെ സെലിബ്രേഷൻ കൾച്ചറിൻ്റെ ഭാഗമായി നമ്മുടെ ഉമ്മത്തിലേക്ക് വന്ന കാര്യങ്ങളാണ്. ദീന് പഠിപ്പിച്ചു തരേണ്ടത് അള്ളാഹു റസൂലുമാണ്. ഈ 2 കാര്യങ്ങളും പ്രധാനമായും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് മാത്രവുമല്ല, പുതുതായി വരുന്ന കാര്യങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. ഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയും ചെയ്തു. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ബർത്ത്ഡേ പാർട്ടി കഴിക്കുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു വൈന് കഴിക്കുന്ന ഒരാളല്ല എങ്കിലും, അങ്ങനെയുള്ള സദസ്സിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്ത എന്താ അറിയോ? ഞാനിപ്പം പോയിട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബ ബന്ധത്തിന് അതൊരു പ്രശ്നമാകൂലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളതാണ്. സാർ നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചു ഈ വിഷയം. ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നേരം, ഒരു ഹദീസ് ക്ലാസ് ഉള്ളപ്പോൾ ഇതേ കുടുംബക്കാരെ നമ്മൾ വിളിച്ചാൽ പോലും വരുമോ? വളരെ ചുരുക്കമായിരിക്കും. ഒന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഇതേ കുടുംബക്കാരെ അല്ലെങ്കിൽ ഇതേ അയൽപക്കക്കാരെ ബന്ധം വിച്ഛേദിച്ചു പോകുമോ? ബന്ധത്തിൽ എന്തേ തകരാറുണ്ടാവുമോ എന്നുള്ളതല്ലേ നമ്മളെ പ്രശ്നം. നമ്മൾ അള്ളാഹ് ഹറാമാക്കിയ ഒരു സംഗതി നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ വരുമോ എന്ന പ്രശ്നമല്ലേ നമുക്ക്. ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ഒരു ക്ഷണവുമായി ആ വീട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഒറ്റവും ഉദാഹരണത്തിന് QHLS ക്ലാസ് ഉണ്ട്, നിങ്ങൾ വരി എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കൂ. അവരെന്താ പറയുക? പല തരത്തിലത് മുടക്കാൻ നോക്കും. എനിക്ക് ഇന്നടുത്ത് പോകാനുണ്ട്, ആടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്. അതെല്ലാ ദിവസം പോകുന്നതന്നല്ലേ. നമ്മൾ വിളിച്ചു, നമ്മളുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പോലും ചിന്തിക്കുന്നില്ലല്ലോ. എന്ന് വെച്ച് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തണം എന്നുള്ളതല്ല പറഞ്ഞത്, മറിച്ച് അതൊരു പൈശാചിക ചിന്തയാണ്. ഞാൻ ഈ തിന്മയെ എതിർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും മോൾക്ക് എന്നോട് എന്തൊരു പ്രശ്നം വരുമോ, കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരുമോ, ഞാൻ കുടുംബ ബന്ധം ചേർക്കാത്തവനായി മാറോ, കുറ്റക്കാരനായി മാറോ എന്നുള്ള ജാതി ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമായിരുന്നു തന്റെ സമുദായത്തിനിടയിൽ സമൂഹത്തിൽ ജീവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ അയൽവാസികളുമായും എല്ലാ കുടുംബ ബന്ധുക്കളുമായും എല്ലാ നാട്ടുകാരോടും നല്ല രീതിയിൽ പ്രസന്നമായ മുഖത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടയാളാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവരുടെ പ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസമായി കണ്ട മനുഷ്യനാണ്. അറിയാമല്ലോ നമുക്ക്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടു കൂടി നസീഹത്തോടു കൂടി തിന്മകളെ എതിർക്കാറും ഉണ്ടായിരുന്നു. അവിടെയാണ് വിഷയം. നമ്മൾ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ ഈ ദീന് നമുക്ക് പൂർത്തീകരിച്ചു തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ വിഷയം കൃത്യമായി എങ്ങനെയാണ് പ്രായോഗികവൽക്കരിക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നസീഹത്താണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നസീഹത്ത് എന്ന പദം, ഗുണകാംക്ഷ എന്ന പദം മനസ്സിലാക്കിയതിന് ശേഷമാണ് അടുത്ത ഹദീസിലേക്ക് നമ്മൾ കടക്കേണ്ടത്. എന്താണ് ആ ഹദീസ്? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. തന്റെ വീട്ടിൽ അല്ലെങ്കിൽ അധീനതയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തിന്മ നമുക്ക് കീഴിലുള്ള ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ, നമ്മുടെ കുടുംബത്തിലുള്ള കൂട്ടത്തിലുള്ള ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ, നമ്മൾ അവിടെ അതോറിറ്റി ആണെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മുടെ കീഴിലുള്ള സംഗതി ആയിരിക്കണം, നമുക്ക് അവിടെ ഇടപെടാനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കണം എങ്കിൽ കൈകൊണ്ട് ആ തിന്മയെ തടുക്കണം. നമ്മുടെ വീട്ടിലിരുന്ന് കുട്ടി തോന്നിയാസം കാണാൻ, അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് തിരുത്തണം എന്നാണ് എന്താ അർത്ഥം? അത് ശക്തമായി നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം, നമ്മളവിടെ അതോറിറ്റിയാണ്. ഇനി എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ അതോറിറ്റിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അവിടെ നമുക്ക് നാവ് കൊണ്ട് ആ തിന്മയെ പ്രതിരോധിക്കാൻ കഴിയണം.
അതിനും കഴിയാത്ത സന്ദർഭമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ആ തിന്മയെ വെറുക്കുകയെങ്കിലും ചെയ്യണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ പടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നു. എങ്കിൽ സുഹൃത്തുക്കളെ, എന്നോടും നിങ്ങളോടും സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത്തരത്തിൽ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ സുഹൃബന്ധത്തിലുള്ള ആരെങ്കിലുമോ വല്ലാത്തൊരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ തെറ്റിനെ നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ, ഈ 3 രീതിയിലെങ്കിലും നമുക്ക് തിരുത്താൻ സാധിക്കാറുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ എന്തിനാ ബേജാറാകുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വളരെ പേടിച്ചുകൊണ്ട് ഭയവിഹ്വലനായി സൈനബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം സൈനബ് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശർരിൻ ഖദ് യഖ്തറബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അടുത്തുകൊണ്ടിരിക്കുന്ന ആസന്നമായിരിക്കുന്ന തിന്മയിൽ നിന്ന് അറബികൾക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സൈനബ് റളിയല്ലാഹു നോക്കുന്ന സമയത്ത് തന്റെ ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ ഒരു ഓട്ടയായി കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫുതിഹൽ യൗമ മിൻ റദ്മി യഅജൂജ വമഅജൂജ മിസ്ലു ഹാദിഹി. ഇപ്രകാരം യഅജൂജ് മഅജൂജിന്റെ കെട്ട് ഇപ്രകാരം തുറക്കപ്പെട്ടിരിക്കുന്നു. വഹല്ലഖ ബിഇസ്ബഇഹി അൽ ഇബ്ഹാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം ഇത് കേട്ട ഉടനെ സൈനബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അനഹ്ലിക് വഫീനാ അസ്സാലിഹൂൻ. അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അനഹ്ലിക് വഫീനാ അസ്സാലിഹൂൻ, പ്രവാചകരെ, ഞങ്ങളിൽ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള സദ്വൃത്തരായ മനുഷ്യരുണ്ടായിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ? സാലിഹീങ്ങളായ മനുഷ്യരുണ്ടായിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നഅം, അതേ സൈനബ്, ഇദാ കസുറൽ ഖുബ്സ്, തോന്നിവാസങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ നശിപ്പിക്കപ്പെടുമെന്നാണ്. അല്ലാഹു കാക്കട്ടെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വിഷയം? ആളുകൾ തെറ്റിയുന്നതിനൊക്കെ നമ്മൾ കുറ്റക്കാരാകുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും ഒരു പക്ഷേ അല്പം ആളുകളെങ്കിലും മനസ്സിലേക്ക് വരിക. അവർ തിന്മ ചെയ്യുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല, മറിച്ച് നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അവർ തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ അരുതേ, അള്ളാഹുവിന് ഇതിഷ്ടമല്ല എന്നെങ്കിലും പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബരീഉൻ, ഉത്തരവാദിയല്ല. എന്നാൽ അതൊന്നുമല്ല, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോലെ എന്നെ ഒരു തന്ത വൈബായി കാണൂലേ, അല്ലെങ്കിൽ ഒരു അമ്മാവൻ സിൻഡ്രം ബാധിച്ചയാളായി എന്നെ കാണൂലേ, അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവൻ എന്ന് പറഞ്ഞ് പുച്ഛിക്കൂലേ, നമ്മൾ ഒറ്റപ്പെടുത്തൂലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ തിന്മയൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് അതിനോടൊരു വെറുപ്പുമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയെ പ്രതിരോധിക്കുന്ന രീതി നമുക്ക് പഠിപ്പിച്ചെന്നില്ല. ഈ 3 രീതിയും അയാൾ ചെയ്യുന്നില്ല, ആ തിന്മയോടൊരു വെറുപ്പുമില്ല, അങ്ങനെ ഉണ്ടാതിരിക്കുക എങ്കിൽ നശിപ്പിക്കപ്പെടുന്ന സമയത്ത് അയാളും ആ കൂട്ടത്തിൽ ഉണ്ടാകുന്നുള്ളതാണ്. നൗദുബില്ലാ. ആ തെറ്റ് ചെയ്യാതിരുന്നിട്ട് കൂടി നശിപ്പിക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്ന സമയത്ത് സ്വാലിഹായ മനുഷ്യനാണ് എങ്കിൽ പോലും ആ ശിക്ഷയിൽ അയാൾക്കും പങ്കുണ്ട്. അതാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുത്തലിന്റെ പാഠം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മലക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പുതുതായി വന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ തിരുത്താൻ വരില്ലല്ലോ. നമ്മുടെ കൂട്ടുകാരെന്തെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോൾ അല്ലെ തിന്മ ചെയ്യാൻ പ്ലാൻ ഇടുന്ന സമയത്ത് മലക്കിറങ്ങി വരുമോ ഇത് ചെയ്യരുത് എന്ന് പറയാൻ? ഇല്ലല്ലോ. അത് നമ്മളല്ലേ അതിനുള്ള ഉത്തരവാദികൾ. ആ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നസീഹത്ത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, അദ്ദീനു അൻ നസീഹ, മതം ഗുണകാംക്ഷയാണ്. വളരെ സരളമായി അവർക്കൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. തിരുത്തേണ്ട രൂപത്തിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ രൂപത്തിൽ, സ്വഹാബത്ത് അത് പകർത്തിയ രൂപത്തിൽ, അതേ രൂപത്തിൽ തന്നെ ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ തിന്മകൾ വ്യാപിക്കുന്ന സമൂഹത്തിൽ നന്മകളുമായി ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പറഞ്ഞു വന്നത് തിന്മകൾ വലുതാണോ ചെറുതാണോ എന്നതിലല്ല, ഇത്തഖി മഹാരിമല്ലാഹ്, അള്ളാഹു വെച്ച ചില അതിർവരമ്പുകളുണ്ട്, അള്ളാഹു ഹറാമാക്കിയ ചില കാര്യങ്ങൾ. അതിലേക്ക് ആര് പോയാലും നമ്മുടെ സമീപത്ത് നിന്നാണ് അയാൾ അത് ചെയ്യുന്നത് എങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് ഈ ഒരു സന്ദർഭം വരുന്ന സമയത്ത് അള്ളാഹു നമ്മളോട് ചോദിക്കുക, നമ്മളത് പറഞ്ഞു കൊടുത്തോ തിരുത്തി കൊടുത്തോ എന്നുള്ളതാണ്. അതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാളെ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് നല്ല സ്നേഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി അയാൾ നന്നാകണം എന്ന മനസ്സ് വെച്ചിട്ട് നമ്മളത് തിരുത്തി കൊടുക്കുക. എങ്കിൽ തന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം അവിടെ കഴിഞ്ഞു. ചെയ്യണോ വേണ്ടേ അത് ഓനാണ്. മനസ്സിലായോ? ചെയ്യണോ വേണ്ടേ? നമ്മൾ ഈ തിന്മ എതിർത്തു, എന്നിട്ടും അയാൾ ആ തിന്മയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് ഓനാണ് കുറ്റക്കാരൻ. പക്ഷേ നമ്മളവിടെ പറഞ്ഞു കൊടുത്തോ ഇല്ലയോ? പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരനാണെന്നത്.
അതുകൊണ്ട് തന്നെ അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ മുച്ചൂടും പ്രതിഫലിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം സൂചിപ്പിക്കാനുള്ളത് LGBTQIA++ കൊണ്ടുള്ള ഒരു തിന്മ ഇപ്പം നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിലൊക്കെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി മുമ്പ് സൂചിപ്പിച്ചതാണ്. എങ്കിലും ഒന്നുകൂടി ഈ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു കാര്യമാണ് ലിവാത്ത്, സ്വവർഗരതി. ആണും തമ്മിൽ ലൈംഗിക ബന്ധവും അത്തരത്തിലുള്ള ഒരാണും പെണ്ണും ചെയ്യേണ്ട സംഗതിയൊക്കെ ആണും ചെയ്യാന്നുള്ള ആ ലിവാത്ത് ആദ്യമായി വരുന്നത് ലൂത്ത് നബിൻ്റെ കാലത്താണ്. അത് എത്ര മുമ്പാണ്? മൂസാ നബിക്ക് മുമ്പാണ്, ഈസാ നബിക്ക് മുമ്പാണ്, AD എത്രയോ ആണ് അല്ലേ? അന്ന് ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെയും മ്ലേച്ഛതകളെയുമാണ് ഇന്ന് പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഒന്ന് ആലോചിക്കും, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പുതിയ ലേബലൊട്ടിച്ച് വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ പഴയതൊക്കെ നമ്മൾ മറക്കുന്നു, പുതിയതിലേക്ക് ആകൃഷ്ടരാകുന്നു, നമ്മളും ആ തിന്മയിലേക്ക് എത്തുന്നു. നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവരുടെ റീൽസിലൂടെയും ഷോർട്സിലൂടെയും അവരുടെ ഫീഡിലേക്ക് വരുന്ന ചില കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ പോലും ശരിയല്ലേ, ഇതൊക്കെ നല്ലതല്ലേ എന്ന് തോന്നിപ്പോകുന്നു എങ്കിൽ അത്ര പോലും പക്വതയില്ലാത്ത, അറിവില്ലാത്ത, ധാർമ്മികത എന്തെന്ന് കൃത്യമായി അറിയാത്ത നമ്മുടെ മക്കൾക്ക് എന്തറിയാം സുഹൃത്തുക്കളെ? ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. ലിബറൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടിയെ സംരക്ഷിക്കുക എന്ന പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹു നമുക്കാണ് നൽകിയത്. നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല, തലവെട്ടാനുള്ള ഒരു ഇതല്ല, മറിച്ച് തലവേദന വരുമ്പോൾ ആ തലവേദനക്കുള്ള മരുന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള നടപടി. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി എന്ത് കാണണം, എന്ത് കാണുന്നു എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യുന്ന വിഷയമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കുക. ഇനിയും ഒരുപാട് വരാനുണ്ട്. ലൂത്ത് നബിൻ്റെ കാലം വരെ എത്തിയിട്ടുള്ളൂ, ഇനിയിപ്പോൾ നൂഹ് നബിൻ്റെ കാലം വരെ പോകേണ്ടി വരും. അത് കഴിഞ്ഞ് ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള കുറേ മ്ലേച്ഛത ഇനിയും വരാനുണ്ട്. ഷുഐബ് നബിൻ്റെ കാലത്തുള്ള ഒരുപാട് തിന്മകൾ ഇന്നും വരാനുണ്ട്. അതൊക്കെ ഇത്തരത്തിൽ പോളിഷ് ചെയ്യപ്പെട്ട് വലിയ പുരോഗമനമായി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരപ്പെടും. അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ തീവ്രവാദികളായി മുദ്രകുത്തപ്പെടും, താലിബാനികൾ എന്ന് തോന്നിവാസം വിളിക്കപ്പെടും. തെറ്റുകാരായി മാറുന്ന അവസ്ഥ, തെറ്റിനെ തിരുത്തുന്ന സമയത്ത് നമ്മൾ തെറ്റുകാരായി മാറുന്ന അവസ്ഥ വരും. ആ സമയത്ത് തൂബാ ലിൽ ഖുറബാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, തൂബാ ലിൽ ഖുറബാ അല്ലേ, അപരിചിതർക്ക് മംഗളം. അതാണ് വിഷയം. ഒരു 40 ആളുള്ള ഒരു സദസ്സിൽ നമ്മൾ മാത്രം ആ തെറ്റ് ചെയ്യുന്നില്ല. ആ സമയത്ത് സ്വാഭാവികമായും നമുക്കെതിരെ ഒരുപാട് ഒളിയമ്പുകൾ വരും, ഒരുപാട് വിമർശനങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അൽഹംദുലില്ലാഹ്, എനിക്ക് ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിച്ചല്ലോ. തൂബ എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. ഒരർത്ഥം എന്താണെന്നറിയോ? സ്വർഗമാണ്. അപ്പം നമ്മൾ സമൂഹത്തിൽ തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ തെറ്റുകാരായി മുദ്രകുത്തപ്പെടുന്നു എങ്കിൽ, കളിയാക്കപ്പെടുന്നു എങ്കിൽ, ഒറ്റപ്പെടുന്നുവെങ്കിൽ സഹോദരങ്ങളെ, തൂബ നമുക്ക് സ്വർഗ്ഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം കൃത്യമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ കടൽ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടമെല്ലാം എളുപ്പത്തിൽ തീർത്തു കൊടുക്കുമാറാകട്ടെ. കടബാധ്യതയില്ലാത്ത അവസ്ഥയിൽ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ അവർക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا ارحمهما كما ربونا صغارا ربنا ارحمهما كما ربونا صغارا ربنا ارحمهما كما ربونا صغارا اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.